अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुह। बिस्मिल्लाहिर्रहमानिर्रहीम। കൽഹൻ ഇസ് അലാഖെ കാ മഷ്ഹൂർ ഡാക്കു ത. കൽഹനെ കുറിച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ച് നിർത്തിയത്. കൽഹൻ ഈ ഒരു പ്രദേശം, അലാഖ എന്ന പ്രദേശത്തെ മഷ്ഹൂർ അറിയപ്പെട്ട ഡാക്കു പറഞ്ഞാൽ കൊള്ളക്കാരൻ. ലോഗ് ഉസ്കാ നാം സുൻകർ ഥർറാത്തേ ഥേ. ഥർറാന എന്ന് പറഞ്ഞാൽ വിറക്കുക. അപ്പൊ അവന്റെ ശബ്ദം പേര് കേട്ടാൽ തന്നെ വിറച്ചിരുന്നു. അത്രക്ക് വലിയ കൊള്ളക്കാരനാണ്. ഹോത്തെ ഹോത്തെ സുൽത്താൻ കി ഷുഹ്റത്ത്. അങ്ങനെ ആയി എന്ത് സുൽത്താന്റെ ഷുഹ്റത്ത് എന്ന പ്രശസ്തി ഉസ് ആ ഉസ്കെ ബി കാനോൻ തക് പൗഞ്ചി, അവന്റെ കാതുകൾ വരെ എത്തി. ഷൗക്കിനെ ദിൽമേ ചുട്കി ലി. ഷൗക്ക് ആഗ്രഹം, ദിൽമേ മനസ്സിൽ, ചുട്കി ലേന എന്ന് പറഞ്ഞാൽ പരിഹസിക്കുക എന്നാണ്. പക്ഷെ ഇവിടെ ചുട്കി എന്ന് പറഞ്ഞാൽ നുള്ളുക, തൊടുക എന്നൊക്കെ അർത്ഥം. അപ്പൊ ആഗ്രഹം മനസ്സിൽ, നുള്ളി എന്ന് പറഞ്ഞാൽ ആഗ്രഹം മനസ്സിൽ ഒരു ലഡു പൊട്ടി എന്നൊക്കെ പറഞ്ഞ മാതിരി. ഓക്കെ. ഏക് ദിൻ ദോപഹർ കെ വക്ത് ബാബ ഭാരതി കെ പാസ് പഹുഞ്ച. അങ്ങനെ ഒരു ഉച്ച സമയത്ത് അവൻ എന്ത് ചെയ്തു? ബാബ ഭാരതിയുടെ അടുത്ത് എത്തി. അവർ നമസ്കാർ കർക്കെ കടാ ഹോഗയ. നമസ്കാരം പറഞ്ഞ അവിടെ നിന്നു. ബാബ ഭാരതിനെ പൂച്ച. ബാബ ഭാരതി ചോദിച്ചു, കൽഹൻ ക്യാ ഹാൽ ഹേ. കൽഹൻ എന്താ എന്റെ അവസ്ഥ? കൽഹൻ സർ ജുക്കാക്കർ ജവാബ് ദിയ. കൽഹൻ തല താഴ്ത്തിക്കൊണ്ട് ഉത്തരം പറഞ്ഞു, ആപ്കി മെഹർബാനി ഹേ. നിങ്ങളുടെ മെഹർബാനി എന്ന് പറഞ്ഞാൽ ദയ, നിങ്ങളുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അപ്പൊ നിങ്ങളുടെ അനുഗ്രഹം പോലെ. അപ്പോ ബാബ ഭാരതി പറഞ്ഞു, കഹോ ഇധർ കൈസെ ആകെ. കഹോ പറഞ്ഞോളൂ, നിങ്ങൾ ഇവിടെ എങ്ങനെ വന്നതാണ്? സുൽത്താൻ കി ഷുഹറത്ത് കീഞ്ചിലായി. സുൽത്താന്റെ പ്രശസ്തിയാണ് എന്നെ വലിച്ചു കൊണ്ടുവന്നത്. അജീബ് ജാൻവർ ഹേ, ഖുശ് ഹോ ജാവോഗ. അപ്പൊ ബാബ ഭാരതി പറയാണ്, വലിയ അത്ഭുതമുള്ള മൃഗമാണ്, താങ്കൾക്ക് സന്തോഷമാകും. മൈനെ ബഡേ താരീഫ് സുനി ഹേ. അപ്പോ കൽഹൻ പറഞ്ഞു, എന്ത്? ഞാൻ അദ്ദേഹത്തിന്റെ ഒരുപാട് പ്രശംസകൾ കേട്ടിട്ടുണ്ട്. താരീഫ് എന്ന് പറഞ്ഞാൽ പ്രശംസ. അതിന്റെ ഒരുപാട് പ്രശംസകൾ കേട്ടിട്ടുണ്ട്. ഉസ്കി ചാൽ തുമാരാ ദിൽ മോഹ് ലേഗി. ഉസ്കി ചാൽ അതിന്റെ നടത്തം, തുമാരാ നിന്റെ, മോഹ് തുമാരാ ദിൽ നിങ്ങളുടെ മനസ്സ്, മോഹ് ലേഗി നിങ്ങളുടെ മനസ്സിനെ അത് വശീകരിച്ചെടുക്കും. കഹ്തേ ഹൈ ഷക്കിൽ ബി ബഡി ഖൂബ്സൂരത്ത് ഹേ. പറഞ്ഞിട്ടുണ്ടല്ലോ. അവ കൽഹൻ പറയാണ്, അതിന്റെ രൂപവും വലിയ ഭംഗിയുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ക്യാ കഹ്നെ, എന്തു പറയാനാ? ഉസേ ഏക് ദഫ ദേഖ് ലേതാ ഹേ. അതിനെ ഒരു വട്ടം കണ്ട ഉസ്കെ ദിൽ ഉസ്കി സൂറത്ത് നഖസ് ഹോ ജാതി ഹേ. അതിന്റെ മനസ്സ്, ഉസ്കെ ദിൽ അവന്റെ മനസ്സ്, പർ അവന്റെ മനസ്സിന്റെ മേൽ, ഉസ്കി സൂറത്ത് അതിന്റെ ആ ഒരു ചിത്രം, നഖസ് ഹോ ജാതി അത് കൊത്തി വെക്കപ്പെട്ട മാതിരിയാകും. പിന്നെ അത് മായൂല. ആ ജാതി ഭംഗിയും ഒക്കെ ഉള്ള സംഗതിയാണ്. മുദ്ദസ്സെ തറസ് രഹാത്ത. കാലങ്ങളായി എന്നെ അത് ത്രസിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ആജ് ഹാസിർ ഹുവാവോ. അത് ഇപ്പോ എന്റെ മുമ്പിൽ ഹാജരായിരിക്കുന്നു. ആര് പറഞ്ഞാണ്? കൽഹൻ പറഞ്ഞു. അപ്പൊ ബാബ അവർ കൽഹൻ ദോനോ ഇസ്തബിൽ മേ പഹുഞ്ച. ഈ സമയത്ത് ബാബയും കൽഹനും എന്ത് ആലയിലെത്തി. ഇസ്തബിൽ എന്ന ആലട്ടോ. ബഡേ ഉറൂർ സെ ഘോഡ ദിക്കായ. ബാബ എന്ത് ചെയ്തു? ബഡേ ഉറൂർ സെ, വലിയ അഹങ്കാരത്തോടു കൂടെ, ഘോഡ ദിക്കായ, കുതിരയെ കാണിച്ചു. കൽഹൻ ഹൈറത് സെ ഘോഡെ കോ ദേഖ. അമ്പരപ്പോടെ കൽഹൻ ആ കുതിരയെ നോക്കി. ഉസ്നെ ഹസാറോ ഘോഡെ ദേഖേ തേ. അവൻ ആയിരക്കണക്കിന് കുതിരകളെ കണ്ടിരുന്നു. ലേക്കിൻ പക്ഷെ ഐസ ബാങ്ക ഘോഡ, ഇത്രയും വിചിത്രമായിട്ടുള്ളൊരു കുതിര, ഉസ്കി നിഗാസെ അവന്റെ നോട്ടത്തിൽ, ആജ് തക്ക് ഇന്ന് വരെ, ഗുജറാത്ത ഇന്ന് വരെ കഴിഞ്ഞ് പോയിട്ടില്ലായിരുന്നു. സോസ്നേലക ചിന്തിക്കാൻ തുടങ്ങി. കിസ്മത്ത് കി ബാത്ത് ഹേ, വിധിയുടെ കാര്യമാണ്. നിഗാഹ് എന്ന് പറഞ്ഞാൽ നോട്ടോ. കിസ്മത്ത് പറഞ്ഞാൽ വിധി. കിസ്മത്ത് കി ബാത്ത് ഹേ, വിധിയുടെ കാര്യമാണ്. ഐസ ഘോഡ മേരെ പാസ് ഹോനാ ചാഹിയേത്ത. ഇങ്ങനെ ഒരു കുതിര എൻ്റെ കയ്യിൽ, എൻ്റെ അടുത്ത് ഉണ്ടാകാൻ ആഗ്രഹിച്ചിരുന്നു. ഇസ് ഫക്കീർക്കോ, ഈ ഫക്കീറിന്, ഐസി ചീസോസെ ക്യാ നിസ്ബത്ത്, ഇത്രയും വസ്തുക്കളുമായി എന്ത് ബന്ധമുള്ളത്? ഉസ്കി ചാൽ ദേഖ് കർ കൽഹൻ കെ സീനെ പർ സാമ്പ് ലോട്ട് ഗയാ.
അതിൻ്റെ നടത്തം കണ്ടിട്ട് ഇസ്കി ചാൽ ദേഖ് കർ അതിൻ്റെ നടത്തം കണ്ടിട്ട് കൽഹൻ്റെ സീനെ പർ സാമ്പ് ലോഡ് കയ എന്ന് പറഞ്ഞാൽ സീന പറഞ്ഞാൽ നെഞ്ച്. അപ്പോൾ നെഞ്ചിൽ പാമ്പ് ലോഡ് കയ എന്ന് പറഞ്ഞാൽ ഉരുണ്ടു ഇതായി പറഞ്ഞാൽ ഒരു ഇതാണ്, മഹാവറാണ്, ഒരു പ്രയോഗമാണ്. സാമ്പ് ലോഡ് ജാന എന്നാൽ അത് സീനെ പർ സാമ്പ് ലോഡ് ജാന എന്ന് പറഞ്ഞാൽ അസൂയ തോന്നുക. ഓ ഡാക്കുത, അവൻ കൊള്ളക്കാരനായിരുന്നു. ഉസ്കെ പാസ് തോക്കത് തീ, അവന്റെ ഭാഗത്ത് കഴിവുമുണ്ട്. ഉസ്നെ കഹ, അവൻ പറഞ്ഞു, ബാബാ ബാബാ സോഹിബ്, അല്ലയോ ബാബ ഭാരതി, യെസ് ഗോഡേക്കോ മേരെ പാസ് ഹോന ചാഹിയെ താ, ഈ കുതിര എൻ്റെ ഭാഗത്ത്, എൻ്റെ അടുത്ത് ഉണ്ടാകാൻ ആഗ്രഹമുണ്ടായിരുന്നു. കക്കർ ഇത് പറഞ്ഞിട്ട് ഓ ചല ഗയ, ഓ നടന്നു പോയി. ബാബ ഹൗഫ്സദ ഹോഗേ, ബാബക്ക് പേടിയായി. ബാബ ഹൗഫ്സദ എന്ന് പറഞ്ഞാൽ പേടിക്കുന്നവൻ കേട്ടോ, അർത്ഥം ചെയ്തിട്ടില്ല. അബുവിനെ രാത്രിക്കോ നീന്തിനായി, ഇപ്പോൾ എനിക്ക് രാത്രിയിൽ ഉറക്കൊന്നും വന്നില്ല, ഉറക്കം വന്നില്ല. സാരി രാത്രി മുഴുവൻ ഇസ്തബിൽ കി ഖബർ ഗീരി എന്ന് പറഞ്ഞാൽ മേൽനോട്ടം വായിക്കാർത്ഥം, മരണന്ന് കേട്ടതിൽ തെറ്റാണ്. ഖബർഗീര മേൽനോട്ടത്തിൽ കടനെ ലഗി എന്ന് പറഞ്ഞാൽ കടന്നു പോകാൻ തുടങ്ങി. അപ്പോൾ രാത്രി മുഴുവൻ ആലയുടെ മേൽനോട്ടത്തിൽ കഴിഞ്ഞു പോയി. ഹർ വക്ത് കൽഹൻ കാ ഖതറ ലഗാ രഹ്താ താ, എല്ലാ സമയവും കൽഹൻ്റെ അപകടം രഹ്താത്ത ഉണ്ടായിരുന്നു. എല്ലാ സമയത്തും ഖതറ ലഗനാനാൽ അപകടം ഉണ്ടാവുക. അപ്പോൾ എല്ലാ സമയത്തും ഏത് സമയത്തും കൽഹൻ്റെ അപകടം ഉണ്ടായിരുന്നു. ഇനി രാത്രി ആയാലും പകലായാലും ഒക്കെ ഉണ്ടാകും. മഗർ പക്ഷേ രഹ്താത്താൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് കാലമായി ഈ കൽഹൻ്റെ അപകടം ഇങ്ങനെ സ്ഥിരമായിട്ട് ഉണ്ടാകുമായിരുന്നു. മഗർ പക്ഷേ ഈ മഹീന ഒരുപാട് കാലം ഗുസർ ഗയേ കഴിഞ്ഞുപോയി. ഒരുപാട് മാസം, ഒരു കാലമല്ല മാസം, ഒരുപാട് മാസം കഴിഞ്ഞു പോയി. അവർ അവൻ വന്നില്ല. ഇവിടെ വരെ കെ ബാബ ഭാരതി കിസി ഹദ്, എത്ര വരെ വെച്ചാൽ ബാബ ഭാരതി കിസി ഹദ്, ഒരു അതിർത്തി, ഹദ് തക്ക് ഒരു അതിർത്തി വരെ, ഒരു അതിര് വരെ ബേപ്പർവാ ഓക്കെ, ഒരു അതിര് വരെ അദ്ദേഹം എന്തായിരുന്നു, ബേപ്പർവാ എന്ന് നമ്മൾ മുമ്പ് പഠിച്ചു, അവൻ അശ്രദ്ധനായി. ഓക്കെ, അങ്ങനെ ഒരു ദിവസം ഷാം കാ വക്ത് താ, അത് വൈകുന്നേരമായിരുന്നു. ബാബ ഭാരതി സുൽത്താൻ കെ പേട് പർ സവാർ ഹോക്കർ സേർ കോ ജാ രഹേ തേ, ബാബ ഭാരതി സുൽത്താൻ്റെ മേലെ വയർമ കയറിയിട്ട് യാത്രക്ക് സവാർ ഹോക്കർ യാത്ര ചെയ്ത് സേർക്കോ സവാരി നടത്തിയിട്ട് സേർക്കോ ജാ രഹേ തേ, ഇങ്ങനെ യാത്ര പോകുകയായിരുന്നു. എക്കായക് പെട്ടെന്ന് ഏക് തറഫ് സെ, ഒരു ഭാഗത്ത് നിന്ന് ആവാസ് ആയി, ഒരു ശബ്ദം വന്നു. ഓ ബാബാ ജറാ ഏക് മഹ്താജ് കി ബാത്ത് സുനത്തെ ജാവോ, അല്പം ഈ ഒരു ആവശ്യക്കാരൻ്റെ അത് കേട്ടു പോവൂ, കാര്യം കേട്ടു പോവൂ, ഈ ഒരു ആവശ്യക്കാരൻ്റെ കാര്യം കേട്ടു പോവൂ. ആവാസ് മേ റിക്കതതി, ശബ്ദത്തിൽ വളരെ ഒരു മയമുണ്ടായിരുന്നു, രക്കത്ത്. പക്ഷെ ഞാൻ പറഞ്ഞോട്ട് ഭയങ്കര ഇതല്ല, ഒന്നുകൂടി പറയാം. ഓ ബാബാ ജറാ ഇക് മഹ്താജ് കി ബാത്ത് സുനത്തെ ജാവോ, അങ്ങനെ പറഞ്ഞു. ബാബാനെ ഗോഡ റോക്ക് ലിയ, അങ്ങനെ ബാബ എന്ത് ചെയ്തു, കുതിരയെ നിർത്തി. അങ്ങനെ ഇതേക്കാത്തോ നോക്കിയപ്പോൾ ഏക്ക് അപ്പാഹിജ്, എന്താ പറയുക, അപ്പാഹിജ്, ഒരു വികലാംഗൻ, ദറഖ്ത് കെ സായെ, മരത്തിൻ്റെ തണലിൽ സായെ പറഞ്ഞാൽ തണലിന് താഴെ, മരത്തിൻ്റെ തണലിന് താഴെ കിടന്നിട്ട് കറാഹ് രഹാത്ത, കറാഹ് രഹന എന്ന് പറഞ്ഞാൽ നെടുവീർപ്പെടുക എന്നർത്ഥം. ഓക്കെ, ബാബ ഭാരതി കാ ദിൽ പസേജ് ഗയ, ഈ സമയത്ത് ബാബ ഭാരതിയുടെ മനസ്സ് ദയ തോന്നി. പോലെ പറഞ്ഞിട്ട്, ക്യാ തക്ലീഫ്, എന്തുകൊണ്ടാ താങ്കൾക്ക്, ക്യാ തക്ലീഫ്, എന്ത് ബുദ്ധിമുട്ടാണ്, തക്ലീഫ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് കേട്ടോ. അപ്പാഹിസിനെ ഭാത് ബാന്ധ് കർ കഹ, അപ്പാഹിസ് എന്ന് പറഞ്ഞാൽ വികലാംഗൻ തൻ്റെ കൈകൾ കെട്ടിയിട്ട് പറഞ്ഞു. ബാബാ ബാന്ധനാണ് കൈകൾ കൂപ്പൂലേ, കൈകൾ കൂപ്പുമ്പോൾ അങ്ങനെ കൈ അടുപ്പിച്ച് വെക്കൂല, അങ്ങനെ പറഞ്ഞു. അല്ലയോ ബാബാ, മേ ദുഃഖി ഹൂ, ഞാൻ ദുഃഖിതനാണ്. മുജേ പർ മെഹർബാനി കരൂ, എനിക്ക് എൻ്റെ മേൽ ദയ ചെയ്യൂ. രാമാവാല യഹാ സെ 3 മൈൽസ് കെ ഫാസില പർ ഹേ, രാമവാല എന്നുള്ള സ്ഥലം ഇവിടുന്ന് 3 മൈല് ദൂരെയാണ്.
മുझെ വഹാ ജാനാ ഹേ, എനിക്കവിടെ പോവാനുണ്ട്. ജാനാ ഹേ, എനിക്കവിടെ പോവാനുണ്ട്. ഗോഡെ പർ ചടാലോ, എന്നെ കുതിരയുടെ മേൽ കയറ്റൂ. പരമാത്മാ, പരമാത്മാ, എന്ത് പരമാത്മാ എന്നല്ല, പരമാത്മാ, പരമാത്മാവ് തുമാരാ ബല കരേക, നിങ്ങളോട് നന്മ ചെയ്തേക്കാം, ചെയ്യും. വഹാ തുമാരാ കോൻ ഹേ, ബാബാനാ പൂച്ച, ബാബ വെറുതെ വിട്ടില്ല. ബാബ ചോദിച്ചു, അവിടെ എൻ്റെ ആരാളേ? അപ്പോൾ പറഞ്ഞു, വഹാ അവിടെ തുമാരാ കോൻ ഹേ, നിങ്ങളുടെ ആരാള്? അപ്പോൾ പറഞ്ഞു, ദുർഗാദത്ത് ഹക്കീം കാ നാം ആപ്നെ സുനാ ഹോഗ, ദുർഗാദത്ത് ഹക്കീമിൻ്റെ പേര് താങ്കൾ കേട്ടിട്ടുണ്ടോ? ഒരു പേര് ദുർഗാദത്ത്. മേ ഉൻകാ സോത്തീല, ഞാൻ അവൻ്റെ അമ്മ വഴിയിലുള്ള ബായി ഹോ. സോത്തീല എന്ന് പറഞ്ഞാൽ അമ്മ വഴിയിലുള്ള കേട്ടോ. ഞാൻ അവൻ്റെ അമ്മ വഴിയിലുള്ള എന്താകുന്നു, ബായി ആകുന്നു. അങ്ങനെ ആ സമയത്ത് ബാബ ഭാരതിനെ ഘോഡെ സെ ഉത്തർക്കർ അപ്പാഹിജ്കോ ഘോഡെ പർ സവാർ കിയ. അപ്പാഹിജിനെ എന്ത് ചെയ്ത് ആ കുതിരയുടെ മേൽ കയറ്റി. ഇൻഷാ അല്ലാഹ് ഇത്രയും ഒന്ന് മതി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.